സ്റ്റെഫിൻ, സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ വളരെ നല്ല ഒരു മാർഗമാണ് സ്വർണം വാങ്ങി സൂക്ഷിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ആഭരണം എന്ന തരത്തിൽ സ്വർണം വാങ്ങുന്നതിൽ അതൊരു ചെറിയ കുറവ് വന്നിട്ടുണ്ട് എന്ന് ഈ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ പാട്രിക് നമ്മളോട് ഇപ്പോൾ പങ്കുവച്ചു. സ്റ്റെഫിൻ നിൽക്കുന്നത് ഏതെങ്കിലും ജ്വല്ലറിയിലാണോ? ആരോടെങ്കിലും ആ കാര്യങ്ങൾ ഒന്ന് ചോദിക്കാമോ? ഈ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണം വാങ്ങുക എന്നത് ഒരു പ്രവണത കുറഞ്ഞിട്ടുണ്ടോ എന്ന്? തീർച്ചയായിട്ടും നേരത്തെ തന്നെ അദ്ദേഹം നമ്മൾ സംസാരിച്ച സമയത്ത് പറഞ്ഞത് ഈ നിക്ഷേപമായി കാണുന്ന കൂടുതൽ ആളുകളും ഈ സ്വർണത്തിലേക്ക് കൂടുതൽ വരുന്നു. നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച അവരും പറഞ്ഞത് അതാണ്. നിക്ഷേപമായിട്ട് പലപ്പോഴും ഈ വില കൂടുന്നുവെങ്കിൽ പോലും അത് കരുതി വയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് പലരും അഭിപ്രായപ്പെട്ടത്. ഇപ്പോൾ ഏതായാലും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല. രാവിലെ സമയമായതുകൊണ്ട് തന്നെ ഈ ജീവനക്കാർ മാത്രമേ ഇവിടെ ഇപ്പോൾ ഉള്ളൂ. ഏതായാലും അവരുടെ രാവിലെ ഉള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ഇപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പ്, ചേട്ടന് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 50 വയസ്സ്. ഒരു കുറച്ച് നാൾ മുമ്പുള്ള കല്യാണം കഴിഞ്ഞാണോ? ആ സമയത്തൊക്കെ ഉള്ള റേറ്റൊക്കെ എങ്ങനെയാണ്? എൻ്റെ ആ സമയത്ത് റേറ്റ് പവന് 37,000 വരുന്ന റേറ്റ് ആയിരുന്നു ആ സമയത്ത്. ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയും അതിൽ അധികമായി. ഇപ്പോഴും നമ്മൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് സ്വർണം വാങ്ങാൻ വരുന്നവരൊക്കെ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ എപ്പോഴും ഗോൾഡിന് ഏറ്റവും പ്രാധാന്യമുണ്ട്. കാരണം വെച്ചാൽ ഒരിക്കലും അതിൻ്റെ വാല്യൂ കുറയുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ബിസിനസ്സിനെ അത് വലുതായിട്ട് ബാധിക്കുന്നില്ല. ഈ ആഭരണം വാങ്ങുന്നവരാണോ കൂടുതൽ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയി കണ്ട് വാങ്ങുന്നവരും ഒരുപാട് പേര് വരുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഇനി ഒരു ഭാവിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രോഗ്രസ് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിൽ കാണുന്നത്? എങ്ങനെ ഗോൾഡിൻ്റെ വാല്യൂ ബിസിനസ് ഒരിക്കലും അതിന് മുന്നോട്ട് തന്നെ പോകുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് ഇടിവ് വരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു. ഏതായാലും വലിയ പ്രതീക്ഷയാണ് ഈ വ്യാപാരികൾ, സ്വർണ്ണ വ്യാപാരികൾ പ്രത്യേകിച്ചും പങ്കുവയ്ക്കുന്നത്. ഇനി ഏതായാലും കൂടുതൽ ജനങ്ങളിലേക്കൊക്കെ നമുക്ക് ഇറങ്ങിച്ചെല്ലണം. അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്, ഇത് ഏത് തരത്തിലാണ് അവരെ ബാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സ്റ്റെഫിൻ, അഞ്ജന സുകുമാരൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് നമുക്കിപ്പം. അഞ്ജന, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ സ്വർണ്ണവില വർധനവിൽ ജനങ്ങൾക്ക് പറയാനുള്ളത്? മോത്തി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് പാളയത്താണ്. SM സ്ട്രീറ്റിനോട് ചേർന്ന സ്വർണ്ണ വ്യാപാരത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിട്ടുള്ള കമ്മത്ത് ലൈനിലാണുള്ളത്. ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് സ്വർണ്ണ ജ്വല്ലറികളുണ്ട്. പ്രധാനമായും പാളയത്തെത്തുന്നവർ പ്രധാനമായും ഇവിടെ നിന്നൊക്കെ തന്നെ ആയിരിക്കും സ്വർണ്ണം വാങ്ങുന്നുണ്ടാവും. നമ്മൾ കണ്ടതാണ് ഈ വർഷം പല മാസങ്ങളായി ഒരുപാട് പണമാണ് സ്വർണ്ണത്തിന് ഏതായാലും കൂടിയിരിക്കുന്നത്. അത് ലക്ഷം കടന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു ജ്വല്ലറിയിലുണ്ട്. ഇവിടുത്തെ ഉടമ എവിടെയുണ്ട്? എങ്ങനെയുണ്ട്? സ്വർണ്ണവില 1 ലക്ഷം കടന്നിരിക്കുകയാണ്. 1,600,000 രൂപയിൽ എത്തിയിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണോ ഇന്ന് രാവിലെ കട തുറന്നത്? പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ ഇപ്പോഴത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ സ്വർണം വാങ്ങുന്നത് കൂടുതലാണ്. കാരണം എല്ലാവരും ഒരു ആഭരണങ്ങൾ എന്ന് പറയുന്നതിലുപരി ഒരു ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള കോലത്തിലാണ് ഇപ്പോൾ സംഗതി സ്വർണം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഗോൾഡ് ബാറിലേക്കും ആഭരണങ്ങൾ വാങ്ങുന്നത് കുറവാണ്. ഗോൾഡ് ബാർ, കോയിൻസ്, അങ്ങനത്തെ സംഗതികളാണ് വാങ്ങുന്നത്. പിന്നെ ഒരുപാട് ആളുകൾ വിൽപ്പനയ്ക്ക് വരുന്നുണ്ട്. ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വീട് വെക്കാനുള്ള ആവശ്യത്തിനൊക്കെ ചുരുങ്ങിയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 10 പവനം ഉണ്ടെങ്കിൽ 10 ലക്ഷം റുപ്യ കിട്ടുന്ന കോലത്തിലേക്കാണ് വന്നത്. സ്വർണ്ണം ഉള്ളവരുടെ സംബന്ധിച്ചിടത്തോളം. ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കുറയുന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്വർണ്ണത്തിനൊന്നും കഴിഞ്ഞ വർഷമൊന്നും ഇത്രയും വിലയുണ്ടായിരുന്നില്ല. ഇപ്പം അടുപ്പിച്ചാണ് ഇത്രയും വല്ലാതെ കൂടിയത്. അപ്പോൾ ഈ സ്വർണം പർച്ചേസ് ചെയ്യുന്നവർ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ഈ വാങ്ങുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ? കല്യാണം വാങ്ങുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുൻകാലങ്ങളിലൊക്കെ ഈ പെൺകുട്ടികൾക്ക് സ്വർണം, സ്ത്രീധനം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പെൺകുട്ടികളെ കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾ ആണ് കൂടുതൽ സ്വർണം വാങ്ങുന്നത്. തുടരുന്നുണ്ട്. ഞാൻ അഞ്ജനയിലേക്ക് തിരികെ വരാം. വിഷ്ണു, സ്വർണം വാങ്ങാൻ അവിടെ നിരവധി പേര് എത്തുന്നുണ്ടോ? മോത്തി, ഇപ്പോൾ ഏതാനും ആളുകൾ സ്വർണം വാങ്ങാനായി ഇവിടെ സ്ഥാപനങ്ങളിലോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇന്നത്തെ ഒരു വിലയൊക്കെ അറിഞ്ഞാണോ വന്നതെന്നുള്ളത്. ചേച്ചി,
കല്യാണ ആവശ്യമായിട്ട് വന്നതാണോ? കല്യാണ ആവശ്യത്തിനൊന്നുമല്ല, ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ഇത്ര ഇന്നത്തെ വില എന്ന് പറഞ്ഞു 1,01,600 വില. അതെ. അത് അറിഞ്ഞിരുന്നോ? ഇന്ന് രാവിലെയാണ് ഇത്ര റേറ്റ് കൂടിയതായിട്ട് അറിഞ്ഞത്. ഇന്നലെ തന്നെ ഇതൊരു സംശയം ഉണ്ടായിരുന്നു 1 ലക്ഷം കടക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ആക്കാന്ന് കരുതി, അതോ നേരത്തെ പ്ലാൻ ചെയ്തതാണോ? അങ്ങനെയില്ല, ഇന്ന് രാവിലെ എടുക്കാന്നുള്ള തീരുമാനത്തിലാണ് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ഇത്ര റേറ്റ് കൂടിയതായിട്ട് അറിഞ്ഞത്. എന്തോരം എടുക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്? അങ്ങനെയല്ല പറയാൻ. വില കൂടി നിൽക്കുന്നതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓർണമെന്റ്സ് എടുക്കാനായിട്ട് വന്നേക്കണേ. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു വിവാഹം കഴിഞ്ഞതായിരിക്കും, അപ്പോൾ അന്നത്തേക്ക് ഒരു വിലയൊക്കെ എങ്ങനെയായിരുന്നു? അപ്പോൾ അത് വെച്ച് ഇന്നത്തെ നോക്കുമ്പോഴും ഇവിടെ ഞാൻ ബുക്ക് ചെയ്തിട്ടാണ് എടുത്തത്. ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് 7,000 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലും ഒരു വിവാഹം വന്ന് നമ്മൾ എന്താ എപ്പോഴും ആളുകൾ കല്യാണത്തിന് സ്വർണ്ണം വേണ്ടാന്ന് പറഞ്ഞാലും പലരും സമ്മാനമായിട്ടൊക്കെ കൊടുക്കുന്ന സ്വർണ്ണമൊക്കെയാണ്. അപ്പോൾ എന്താ അതിൻ്റെ നിങ്ങളുടെയൊക്കെ ഒരു എങ്ങനെ കാണുന്ന ഈ വിലക്കയറ്റം? ഏറ്റവും ഇങ്ങനെ കൂടിപ്പോയി കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഒന്നും തന്നെ ഇല്ലാണ്ടായിപ്പോവും. അവർക്ക് കല്യാണത്തിനാണെങ്കിലും ഒന്നും വെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാവും. നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഈ സാധാരണക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. കാരണം സ്വർണം നമ്മൾ വേണ്ട, എത്രത്തോളം വേണ്ട എന്ന് പറഞ്ഞാലും ഇന്നും ഈ കല്യാണ ആവശ്യങ്ങൾക്കും മറ്റും സ്വർണം തന്നെയാണ് പലരും സമാനമായി ഉൾപ്പെടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ തന്നെ ഒരു വിലക്കയറ്റം വരുമ്പോൾ അത് വലിയ രീതിയിൽ അതിനെ ബാധിക്കുന്നുണ്ട്. ചേച്ചി എന്താ വാങ്ങാൻ വന്നത്? എന്താ? ഒരു കൈച്ചെയിൻ വാങ്ങിക്കാൻ വന്നതാണ്. അത് എക്സ്ചേഞ്ച് ചെയ്യാനാണ്. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും വളരെ കൂടുതലാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾക്ക് റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. എന്താ ഈ വില കൂടുന്നതൊക്കെ ഭാവിയിൽ ഇനി സ്വർണത്തിന്റെ ഉപയോഗം കുറയ്ക്കുമോ? നിങ്ങൾക്ക് വേണ്ടാന്ന് ഉപയോഗിക്കുമോ? നല്ലത് കുറക്കാണ് നല്ലത്. പെൺപിള്ളേർ ഇപ്പം അങ്ങനെയൊന്നും ഇടാറില്ല. ഈ സ്വർണം വേണ്ട, ഇല്ലാണ്ട് മറ്റു ആഭരണങ്ങളിൽ പോകാം, അങ്ങനെ എന്തെങ്കിലും സങ്കല്പങ്ങളുണ്ടോ? ഇപ്പം പൊതുവെ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു ഇതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഏതെങ്കിലും തരത്തിൽ കുറയും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടോ നിങ്ങൾക്ക്? കുറയും എന്നുള്ള പ്രതീക്ഷ കൂടിക്കൊണ്ടല്ലേ ഇരിക്കണം. അപ്പം എനിക്ക് തോന്നണില്ല കുറയുമെന്ന്. കുറഞ്ഞാൽ നല്ലതായിരുന്നു. ഇനിയും പെൺപിള്ളേരുള്ളതല്ലേ, അവർ നമുക്ക് എന്താ പറയുക, പ്രതീക്ഷയിലാണ് ഇവരൊക്കെ ഉള്ളത്. പക്ഷെ കുറയില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത്.